രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത കുറച്ച് സമയം മുൻപേ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്. പ്രധാനപ്പെട്ട ഒരുപാട് വിവരങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. നിമിഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം മാതൃഭൂമി ന്യൂസ് പുറത്തുവിടുകയാണ്. അതിജീവിതയായ യുവതിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അയച്ച ഭീഷണി സന്ദേശം പുറത്തു വന്നിരിക്കുകയാണ്. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്തൊരു മനുഷ്യനും നോക്കണ്ട, തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കുമെന്നാണ് രാഹുലിന്റെ ഭീഷണി സന്ദേശം വരുന്നത്. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, പക്ഷേ നീ താങ്ങില്ല എന്നും, നാട്ടിൽ വന്നാൽ കുറെ ആളുകളുമായി നിന്റെ വീട്ടിൽ വരുമെന്നും യുവതിയെ ഭീഷണിപ്പെടുത്തുന്നത് അടക്കമുള്ള ചാറ്റുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടാണ് പ്രേക്ഷകർ ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു MLA അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ അതിന്റെ ആ വിശദാംശങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറെ essay പോലെ ഇങ്ങനെ എഴുതി അയച്ചിരിക്കുകയാണ്. അതിലെല്ലാം തന്നെ ഭീഷണിയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അത് വിശദമായിട്ട് തന്നെ നമ്മൾ സംസാരിക്കാൻ പോവുകയാണ്. തനിക്കെതിരെ നിന്നവർക്കും കുടുംബത്തിനുമെതിരെ അതേ നാണയത്തിൽ തന്നെ തിരിച്ചു കൊടുക്കും. അങ്ങനെയാണ് അതിജീവിതയായ യുവതിക്ക് രാഹുലിന്റെ ഭീഷണി സന്ദേശം വന്നിരിക്കുന്നത്. പേടിപ്പിക്കാൻ നീയെന്നല്ല, ലോകത്ത് ഒരു മനുഷ്യനും നോക്കണ്ട, ഞാൻ എല്ലാത്തിൻ്റെയും എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്. ഒരു മാസം മുന്നേ ആയിരുന്നുവെങ്കിൽ ഇതൊക്കെ ഞാൻ മൈൻഡ് ചെയ്യുമായിരുന്നു. ഇമേജ് തിരിച്ചു പിടിക്കാൻ ഒന്നുമല്ല മോളെ, അത് നിന്റെ തോന്നൽ മാത്രമാണ്. ഇനി ഞാൻ ഒന്നും സറണ്ടർ ചെയ്യില്ല എന്ന തീരുമാനമുണ്ട്. നീ എന്ത് ചെയ്താലും അതിന്റെ ബാക്കി ഞാൻ ചെയ്യും. നീ ചെയ്യുന്നത് ഞാൻ താങ്ങും, ബട്ട് നീ താങ്ങില്ല. ഇങ്ങനെയുള്ള ഭീഷണി സന്ദേശമാണ് അയക്കുന്നത്. അതുമാത്രമല്ല, ഈ പരാതിയുമായിട്ട് മുന്നിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കേസുമായിട്ട് മുന്നിലേക്ക് പോവുകയാണ് എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ കൂടി തിരിച്ച് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നീ എന്തായാലും കേസുമായിട്ട് മുന്നോട്ട് പോകുക, കേസ് കൊടുക്ക്. ഇത് ഈ കേസ്, അതായത് ഇപ്പോൾ ഈ അതിജീവിതയുടെ അടുത്ത് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നീ കേസ് കൊടുക്ക്. ഈ കേസ് കോർട്ടിൽ വരുമ്പോൾ ഒന്ന അവസ്ഥ എന്താണ് എന്ന് നിനക്കറിയാമല്ലോ, അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ ഇല്ല. അപ്പോൾ നീ അതൊക്കെ കഴിഞ്ഞിട്ട് വാ, എന്നിട്ട് നന്നായി ജീവിക്കണേ. ആരെയെ പേടിപ്പിക്കാൻ നോക്കുന്നത്? ഇങ്ങനെയാണ് ഒരു ഭീഷണി സന്ദേശം വരുന്നത്. അപ്പോൾ ഒരു പകരം ചോദിക്കും എന്നുള്ളതാണ്. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, പക്ഷെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണ് ചെയ്യാൻ പോകുന്നത് നീ താങ്ങില്ല എന്നുള്ള രീതിയിലാണ് രാഹുലിന്റെ ഭീഷണി സന്ദേശം ഇതിൽ വരാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ നമ്മൾ സംസാരിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ മൂന്നാമത്തെ പരാതിയിൽ ഭീഷണിപ്പെടുത്തുന്നു. അത് അതിരൂക്ഷമായുള്ള ഭാഷയിൽ തന്നെയാണ്. ഏത് വിധത്തിലാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത് എന്നുള്ളതാണ്. വിശദമായ വിവരങ്ങൾ നമ്മൾക്ക് വേണം. ആ ചാറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സ്റ്റെഫിൻ, ഇതിപ്പോൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു കൂട്ടുന്നത് എന്നുള്ളതാണ്. നോക്കൂ, കാര്യങ്ങളൊക്കെ ചെയ്തോളൂ, ഒന്നും ആകില്ല എന്നുള്ള അമിത ആത്മവിശ്വാസമൊക്കെ രാഹുൽ പറയുന്നുണ്ട്. അത് ഭീഷണിയായിട്ട് ഒരാളുടെ മുന്നിലേക്ക് വരികയാണ് എന്നുള്ളതാണ്. എന്താണ് കൂടുതൽ പറയുന്നത് ഇതിൽ? പൂജ, ഏതായാലും ഈ പരാതി അതിജീവിതം നൽകുന്നതിന് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഒരു ആശയവിനിമയം ഇക്കാര്യത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാറ്റിൽ നിന്നും ഏറ്റവും പ്രധാനമായും എടുത്തു കാണേണ്ടത്. അതിൽ അതിരൂക്ഷമായിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള തെളിവ് ഇത് കോടതിയിൽ നിൽക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ അതിജീവിതയെ രാഹുൽ പലതരത്തിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഇവരുടെ ബന്ധം, ഇവർ തമ്മിൽ നേരത്തെ ബന്ധമുണ്ടായിരുന്നു എന്നുള്ള കാര്യം സ്ഥിരീകരിക്കുന്നതാണ് ഈ ചാറ്റ്. ടെലിഗ്രാം ചാറ്റാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിവരങ്ങൾ, അതിൻ്റെ സ്ക്രീൻഷോട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അത് കോടതിയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട്. കോടതിയിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ വരാനും അല്ലെങ്കിൽ കോടതി ഇതെല്ലാം പരിഗണിക്കാനുമുള്ള സാധ്യതയുണ്ട്. ഏറ്റവും സുപ്രധാനമായും പറയുന്നത്, കുറ്റസമ്മതം നടത്താനാണ് തീരുമാനം. ഞാൻ മാത്രം അങ്ങനെ മോശക്കാരനാകേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ എല്ലാ എക്സ്ട്രീമും കഴിഞ്ഞ് നിൽക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ രണ്ട് കേസുകൾ വന്നതിന് ശേഷം, അല്ലെങ്കിൽ നേരത്തെ ഈ കേസുകളെല്ലാം ചർച്ചയായതിനു ശേഷം നടന്ന ഒരു ആശയവിനിമയം ആകാനാണ് സാധ്യത. അതോടൊപ്പം പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ആ കുടുംബത്തെ അടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ അതിജീവിതയുടെ കുടുംബം തകർക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ചാറ്റിൽ നിന്നും വ്യക്തമാണ്. അത്തരത്തിൽ ധ്വനിയുള്ള കാര്യങ്ങളും ആ ചാറ്റിൽ പരാമർശിച്ചു പോകുന്നുണ്ട്. വലിയ വെല്ലുവിളിയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ചാറ്റിലൂടെ കാണിക്കുന്നത്. നാട്ടിൽ വന്നാൽ കുറേ ആളുകളുമായി നിന്റെ വീട്ടിൽ വരും, അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള ഭീഷണി വേണ്ട, എന്ത് പറഞ്ഞാലും നഷ്ടപ്പെടാൻ ഒന്നുമില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ചാറ്റിൽ പറയുന്നുണ്ട്. ഈ കേസ് കോടതിയിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ഈ നിയമപരമായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റിയൊക്കെ വലിയ അറിവില്ലാത്ത ഒരാളായിരിക്കാം അതിജീവിത എന്നുള്ളതൊക്കെ കൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ പറയാനുള്ള സാധ്യതയുണ്ട്. കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിജീവിതയ്ക്ക് ഉണ്ടാകുമെന്നൊക്കെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത്. കോടതിയെ പോലും പരിഹസിക്കുന്ന തരത്തിൽ പറയുമ്പോഴും അത്ഭുതത്തോടു കൂടി നോക്കുന്നത്, അതിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട വരി എന്നുള്ളത്,
ഈ കേസ് നീ എന്തായാലും കേസ് കൊടുക്കാൻ പറയുന്നുണ്ട്. ഈ കേസ് കോർട്ടിൽ വരുമ്പോഴുള്ള അവസ്ഥ അറിയാമല്ലോ. അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്ന് അതിജീവിത എടുത്ത് പറയുന്നുണ്ട് രാഹുൽ. അതേ പൂജ, അതായത് നിയമ സംവിധാനങ്ങളെ തന്നെ വെല്ലുവിളിക്കുന്ന ധ്വനികൾ ഇത്തരത്തിലുള്ള ചാറ്റിലുണ്ട്. കാരണം കോടതിയിൽ വന്നാൽ ഈ കേസ് അതിൽ നിന്ന് ഊരിപ്പോരും, 2 കേസുകളിലും ജാമ്യം ലഭിച്ചതുപോലെ ഇതിലും എളുപ്പം ഊരിപ്പോരും എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം ആ ചാറ്റിലൂടെ പറഞ്ഞു വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ചാറ്റ് കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഇനി ഏതായാലും ഈ കാര്യങ്ങളെല്ലാം വിശദമായി പരിഗണിക്കേണ്ടത് കോടതിയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്, രാഹുലിൻ്റെ അഭിഭാഷകന് എന്താണ് ഈ കാര്യങ്ങളിലൊക്കെയുള്ള വിശദീകരണം എന്നുള്ളതും അറിയേണ്ടതുണ്ട്. ഇതടക്കമുള്ള ശാസ്ത്രീയമായ തെളിവുകളൊക്കെ ആയിരിക്കും ഇനി കോടതിയുടെ മുൻപിലേക്ക് ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ വരിക. അതിൽ പ്രധാനം എന്ത് തെളിവുകൾ പ്രോസിക്യൂഷൻ അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുന്നിൽ നൽകാനുണ്ട് എന്നുള്ളതാണ്. ഇത്തരം ചാറ്റുകളൊക്കെ ഏത് രീതിയിൽ കോടതിയെ സ്വാധീനിക്കും എന്നുള്ളതും നിർണായകമായൊരു കാര്യമാണ്. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് എന്തൊക്കെ തെളിവുകൾ അല്ലെങ്കിൽ അവർ പറയുന്ന വാദത്തിന് എന്തൊക്കെ തെളിവുകൾ കോടതിക്ക് മുന്നിലേക്ക് വയ്ക്കാനുണ്ട്. പ്രത്യേകിച്ചും രാഹുൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 2 പേരുടെയും ഇഷ്ടപ്രകാരമായിരുന്നു ഈ ലൈംഗിക ബന്ധം നടന്നത്. തിരുവല്ലയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് യുവതിയാണ്. ആ കാര്യത്തിലൊന്നും തന്നെ തനിക്ക് പങ്കില്ല, അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അഭിഭാഷകൻ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത്. ഒരുപക്ഷേ ജാമ്യ ഹർജിയിലും അതുതന്നെയാണ് കോടതിയിൽ ഉന്നയിക്കാനുള്ള സാധ്യതയുള്ളത്. അതോടൊപ്പം പ്രായപൂർത്തിയായിട്ടുള്ള യുവതിയാണ്, ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരാൾ വിളിച്ചാൽ പോകേണ്ടതില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് കോടതിയിൽ പ്രതിഭാഗം അഭിഭാഷകൻ പറയാനുള്ള സാധ്യത. അതൊക്കെ തന്നെ ജാമ്യ ഹർജിയിൽ ഉണ്ട്. ഇനി ഏതായാലും ഈ ചാറ്റുകൾ ഏത് തരത്തിൽ ഈ കേസിനെ സ്വാധീനിക്കുമെന്നുള്ളത് നമുക്ക് ഏതായാലും വരുന്ന മണിക്കൂറുകൾ, വരുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ അതായത് സ്റ്റെഫൻ, ഇതിൽ പറയുന്ന പല കാര്യങ്ങളും വെച്ച് നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട്, ഞാൻ എക്സ്ട്രീം കഴിഞ്ഞ് നിൽക്കുകയാണ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, അതായത് മുൻപുള്ള 2 കേസുകൾ, അതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ, അപ്പോൾ ഒന്നെങ്കിൽ അതിനിടയ്ക്കോ അതിന് ശേഷമോ ഉണ്ടായ ചാറ്റുകളായിരിക്കാം ഇതല്ലേ? അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയേണ്ട ഒരു കാര്യമില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. കാരണം എല്ലാ എക്സ്ട്രീമും കഴിഞ്ഞു നിൽക്കുകയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണെങ്കിൽ ഒരു പക്ഷേ ഈ അടുത്ത സമയത്ത് ഉണ്ടായിട്ടുള്ള ആശയവിനിമയം ആകാനാണ് സാധ്യത. ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ഈ കുട്ടി ഒരു പക്ഷേ സംസാരിച്ചിട്ടുണ്ടാകാം, ടെലഗ്രാമിൽ ചാറ്റ് ചെയ്തിട്ടുണ്ടാകാം. അവിടെ നിന്നും 2 പേരും തമ്മിലുള്ള ആശയവിനിമയം അല്ലെങ്കിൽ സംസാരങ്ങൾ ആണ് ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്നത്. രാഹുലിൻ്റെ ആ മെസ്സേജിലെ ഭാഷയിൽ നമുക്ക് അതെല്ലാം തന്നെ വ്യക്തമാണ്. നീ പ്രസ് മീറ്റ് നടത്ത്, നീ ഇതെല്ലാം സമൂഹത്തിന് മുന്നിലേക്ക് പുറത്ത് എങ്കിലും ഒരു വിഷയവുമില്ല, കോടതിയിൽ പോയി കഴിഞ്ഞാലും ഇത് എളുപ്പത്തിൽ ഊരി വരാമെന്നുള്ള തരത്തിലുള്ള വെല്ലുവിളികളാണ്. ഒപ്പം തന്നെ ഈ അതിജീവിതയുടെ വീടും അതോടൊപ്പം തന്നെ ബന്ധുക്കളെയും എല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പരിചയമുണ്ട് എന്നുള്ള തരത്തിലുള്ള ധ്വനികളുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്ന് നാണം കെടുത്തും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ആ ചാറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഭീഷണി ഇങ്ങോട്ടേക്ക് വേണ്ട, ഏതെങ്കിലും തരത്തിൽ രാഹുലിനെതിരെ നിൽക്കുകയാണെങ്കിൽ എങ്ങനെ പെരുമാറി മുന്നോട്ട് പോകണമെന്നുള്ളത് രാഹുലിന് അറിയാമെന്നുള്ള കാര്യം പറയുന്നുണ്ട്. കാരണം മുൻപ് മറ്റ് 2 കേസുകളിലും നമ്മൾ കണ്ടു, അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന തരത്തിലേക്ക് പോലും സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള പ്രചാരണമുണ്ടായി. അങ്ങനെയാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നത്. സമീപകാലത്ത് തന്നെ ഈ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയതിൽ രാഹുൽ ഈശ്വർ അറസ്റ്റിലാകുന്നത് ഈ ഒരു കേസിലാണ് എന്നുള്ള കാര്യവും ഓർക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ പലർക്കുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചതിന് കേസെടുത്ത് ഇപ്പോഴും അതിൻ്റെ അന്വേഷണം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഏതായാലും ഒരു വലിയ വെല്ലുവിളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയോട് നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും കോടതി സംവിധാനങ്ങളെപ്പോലും വെല്ലുവിളിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ആ ചാറ്റിലുണ്ട്. ഇനി ഏതായാലും ആ ചാറ്റിൻ്റെ ഒരു വിശ്വാസ്യത, അതോടൊപ്പം തന്നെ ആ ചാറ്റ് ഈ 2 പേരുമാണോ ചാറ്റ് ചെയ്തത് അല്ലെങ്കിൽ നിർമ്മിക്കപ്പെട്ടതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടതുണ്ട്. ശാസ്ത്രീയമായി അതെല്ലാം തന്നെ തെളിയിക്കേണ്ടതുണ്ട്. കോടതിയെ സംബന്ധിച്ചിടത്തോളം തെളിവുകളാണ് അതിസുപ്രധാനമായി ഈ കേസിൽ വരിക. അതുകൊണ്ട് തന്നെ കോടതിയിൽ ഇതിൻ്റെ എല്ലാം വിശ്വാസ്യത തെളിയിക്കേണ്ട അല്ലെങ്കിൽ ശാസ്ത്രീയമായി അത് തെളിയിക്കേണ്ട ഒരു ബാധ്യത അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ട്. അങ്ങനെ ഏതായാലും ശാസ്ത്രീയമായ തെളിവ് ശേഖരണമായിരിക്കും ഈ കേസിൽ നിർണായകമാവുക. അതിലേക്കായിരിക്കും ഇനി സമാന്തരമായി അന്വേഷണം എന്നുള്ള കാര്യം അത് ഉറപ്പായിട്ട്. ഇപ്പോൾ ബലാത്സംഗം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതാണ്, റിമാൻഡ് റിപ്പോർട്ടിൽ അടക്കം പറയുന്ന കാര്യം ഇതാണ്. മുൻപ് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, പുറത്തേക്ക് വന്നാൽ ഭീഷണിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് അന്വേഷണ സംഘം മുന്നിലേക്ക് വെക്കുന്ന കാര്യം. അപ്പോൾ ഇത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇന്ന് കോടതിക്ക് മുന്നിൽ ബോധ്യപ്പെടുത്തേണ്ടി വരുമല്ലേ?
തീർച്ചയായിട്ടും ഏതായാലും രാഹുലിന്റെ ഹർജി പരിഗണിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ജാമ്യ ഹർജിയിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഈ യുവതിയുടെ പരാതിയിലെ വിശ്വാസ്യതയാണ് ആദ്യം തകർക്കാൻ വേണ്ടി പ്രതിഭാഗം നോക്കുന്നത്. അതായത് ഈ സംഭവം ഉണ്ടായി ഇത്ര വർഷങ്ങൾക്ക് ശേഷം നൽകുന്ന ഒരു പരാതിയുടെ വിശ്വാസ്യത തന്നെയാണ് അവർ പ്രധാനമായും ഉയർത്തി കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു പരാതിയാണ് എന്ന തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് കോടതിക്ക് മുന്നിൽ പ്രതിഭാഗം വയ്ക്കാനുള്ള സാധ്യത. ഒപ്പം തന്നെ പ്രായപൂർത്തിയായ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെ ഹോട്ടലിൽ റൂം എടുത്തത് അവർ തന്നെയാണ്. അതിലൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കില്ല. ഇപ്പോൾ നേരത്തെ പുറത്തു വന്നിരുന്ന ചാറ്റുകളിലെല്ലാം തന്നെ രാഹുലിനെ പ്രതിയാക്കുന്നതിൽ അല്ലെങ്കിൽ ഇതൊരു പീഡനമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നുള്ള കാര്യമൊക്കെയാണ് അവർ അറിയിച്ചിരിക്കുന്നത്. രണ്ടുപേരുടെയും ഇഷ്ടപ്രകാരം നടന്ന ഒരു ലൈംഗിക ബന്ധത്തെ പിന്നീട് പീഡനമാക്കി മാറ്റുന്നു എന്ന തരത്തിലാണ് പ്രതിഭാഗം കോടതിയെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ രാഹുൽ ഒരു സ്ഥിരം കുറ്റവാളിയാണ്. ഇപ്പോൾ ഇത് മൂന്നാമത്തെ പരാതിയാണ്. മൂന്നാമത്തെ അതിജീവിതയാണ് ഒരു പരാതി ഒരേ ആൾക്കെതിരെ, അതും ഒരു ജനപ്രതിനിധിക്കെതിരെ ഉയർത്തുന്നത്. ഒപ്പം തന്നെ ജനപ്രതിനിധിയായ ഒരു ആൾ ഇത്തരത്തിൽ സ്ത്രീകളെ ചൂഷണം ചെയ്തു എന്നുള്ളതൊക്കെ അതീവ ഗുരുതരമായ കാര്യങ്ങളാണ്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ശാസ്ത്രീയമായ തെളിവുകൾ ഭീഷണിപ്പെടുത്തി മറ്റ് വകുപ്പുകൾ അതെല്ലാം തന്നെ കോടതിക്ക് മുന്നിലേക്ക് എത്തുമ്പോൾ ഈ ജാമ്യ ഹർജിയിൽ എന്ത് തീരുമാനം തിരുവല്ല ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ നിർണായകം. മറ്റ് രണ്ട് കേസുകളിലും നമ്മൾ കണ്ടു ജാമ്യ വ്യവസ്ഥ പാലിക്കാൻ ബാധ്യസ്ഥനായിക്കൊണ്ട് തന്നെ ആ രണ്ട് കേസിലും മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി, അറസ്റ്റ് തടയുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇനി ഈ കേസിൽ അതുകൊണ്ട് തന്നെ പഴുതടച്ചുകൊണ്ടായിരുന്നു പോലീസിൻ്റെ അന്വേഷണ സംഘത്തിൻ്റെ ഒരു നീക്കം ഉണ്ടായിരുന്നത്. രാഹുൽ എവിടെയാണ് എന്നുള്ളതൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കി രാത്രിയിൽ തന്നെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് ഏതായാലും ഈ മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ട് നീങ്ങി. ഇനി ഏതായാലും കോടതിയിലേക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ കോടതി എന്ത് തീരുമാനത്തിലേക്ക് ജാമ്യ ഹർജിയിൽ ഇപ്പോൾ നമ്മൾ ഈ ചാറ്റുകളെ സംബന്ധിച്ചുള്ള കാര്യം, ഈ ചാറ്റുകൾ ഉൾപ്പെടെയുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ സ്റ്റെഫൻ, ഇതിന് മുന്നിൽ നിൽക്കുന്ന ഒരു സംശയം എന്ന് പറയുന്നത് മുൻപുള്ള രണ്ട് കേസുകൾ, അതിൽ പ്രധാനപ്പെട്ട ആദ്യത്തെ പരാതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസുകളൊക്കെ പുറത്തു പോയപ്പോൾ ഇങ്ങനെയുള്ള ചാറ്റുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു, ഈ ശബ്ദരേഖകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റി എന്നുള്ളതല്ലേ ഒരുപക്ഷെ വലിയ ആത്മവിശ്വാസമായിട്ട് ഇപ്പോൾ രാഹുലിനും രാഹുലിനോടൊപ്പം നിൽക്കുന്നവർക്കുമുള്ളത്? അത് തന്നെയല്ലേ ഈ ചാറ്റുകളിൽ വ്യക്തമാക്കുന്നതും? അതനുസരിച്ചുള്ള ഭീഷണി കൂടിയല്ലേ കൊടുത്തിരിക്കുന്നത്? തീർച്ചയായിട്ടും പൂജ, കാരണം ഇതെല്ലാം തന്നെ ഒരുപക്ഷെ ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ രണ്ട് കേസുകളെ സംബന്ധിച്ചിടത്തോളം രാഹുലിൻ്റെ അഭിഭാഷകൻ്റെ എല്ലാം ഒരു ആത്മവിശ്വാസം ഈ തെളിവുകളുടെ ഒരു അഭാവം പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ടുണ്ട്, അല്ലെങ്കിൽ പരാതിക്കാരുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ കേസിൽ എന്തൊക്കെ തെളിവുകൾ അന്വേഷണ സംഘത്തിന് കോടതിക്ക് മുന്നിലേക്ക് വെക്കാനുണ്ട് എന്നുള്ളതാണ് ഏറെ സുപ്രധാനമായിട്ടുള്ള കാര്യം. കാരണം നേരത്തെ പൂജ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുകളുമായി ബന്ധപ്പെട്ട് ചാറ്റുകൾ കോടതിക്ക് മുന്നിലേക്ക് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഓഡിയോ സന്ദേശങ്ങൾ നൽകിയിരുന്നു. അതൊന്നും തന്നെ കോടതി പരിഗണിച്ചുവെങ്കിൽ പോലും ഇപ്പോൾ ഏതായാലും അറസ്റ്റ് ചെയ്യേണ്ടതില്ല. കോടതിയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടു പേരുടെയും സമ്മതപ്രകാരം നടന്ന ലൈംഗിക ബന്ധമായിട്ടാണ് രണ്ട് കേസുകളെയും വ്യാഖ്യാനിച്ച് വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അറസ്റ്റ് തടഞ്ഞ ഒരു തീരുമാനത്തിലേക്ക് കോടതി എത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിഭാഗം അത് തന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത്. ഇത് ഒരു പീഡനം എന്നൊരു വകുപ്പ് ഈ കേസിലും നിൽക്കില്ല. കാരണം ഇതെല്ലാം ബോധപൂർവമായി നടന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ ഈ രാഹുലുമായുള്ള ബന്ധം ആദ്യം തുടങ്ങിയത് യുവതിയാണ്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏതായാലും പ്രതിഭാഗം കോടതിയിൽ അറിയിക്കാനുള്ള സാധ്യതയുള്ളത്. പക്ഷേ ഇത്തരം ചാറ്റുകൾ പുറത്തു വരുമ്പോൾ പ്രോസിക്യൂഷൻ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ഹാബിച്വൽ ഒഫൻഡർ ആണ് എന്നുള്ളതാണ്. അതായത് സ്ഥിരം കുറ്റവാളിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ എന്ത് തീരുമാനത്തിലേക്ക് കോടതിയെത്തും ഈ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ എന്നുള്ളതാണ് ഏറെ സുപ്രധാനമായിട്ടുള്ള കാര്യം. ഈ തെളിവുകൾ അതോടൊപ്പം തന്നെ മുൻ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അതെല്ലാം തന്നെ ഏത് രീതിയിൽ കോടതിയെ സ്വാധീനിക്കുമെന്നുള്ളതും എടുത്തു കാണണം. തീർച്ചയായിട്ടും AK സ്റ്റെഫിനാണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിച്ചത്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയ്ക്ക് അയച്ച ഭീഷണി സന്ദേശം, അതിന്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ നിയമവ്യവസ്ഥയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പലതരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ്. പേടിപ്പിക്കാനൊന്നും നോക്കുകയൊന്നും വേണ്ട, ഇതിന് തിരിച്ചടി നൽകും, കൊണ്ടുപോയി കേസ് കൊടുക്കുക, ഇതൊക്കെ കോടതിയിൽ എത്തിയാൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി ഭീഷണിപ്പെടുത്തുന്ന ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന MLA ആണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചാറ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കോടതിയിൽ ഇന്ന് കാര്യങ്ങൾ എത്തുന്നുണ്ട്, വരട്ടെ, നമുക്ക് നോക്കാം. എന്തായാലും ഒരു പരാതി മുന്നിലുണ്ട്, കേസുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ മുന്നിലേക്ക് പോവുകയാണ്. പ്രധാനപ്പെട്ട വിവരങ്ങളൊക്കെ ഇനിയും പുറത്തു വരാൻ ഇരിക്കുന്നതേ ഉള്ളൂ. AK സ്റ്റെഫിനാണ് നമ്മളെടുത്ത് കാര്യങ്ങൾ വിശദമായി തന്നെ പറഞ്ഞത്.